എനിക്ക് 3 കേക്കാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ആദ്യം ചെയ്യുന്നുള്ളത് ഒരു ബ്ലാക്ക് സ്പഞ്ച് കേക്കിലാണ്. ഈ ഒരു കേക്കിന് അത്യാവശ്യം നല്ല കളർ ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള കൊക്കോ പൗഡർ എടുത്താൽ നമുക്കിതാ ഈ ഒരു കളറും കിട്ടും, അത്ര തന്നെ ടേസ്റ്റും കിട്ടും. ഈ ഒരു കസ്റ്റമർ എൻ്റെ കയ്യിൽ നിന്ന് കുറേ കേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ബേക്കിങ്ങെല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പരിചയപ്പെട്ടെന്ന് പോലും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അന്നൊട്ട് ഇന്നുവരെ എൻ്റെ കേക്കെല്ലാം അവർ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എൻ്റെ കേക്ക് വാങ്ങുന്ന ഒരാളാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കസ്റ്റമറിൻ്റെ പേര് ഞാൻ സേവ് ചെയ്തിട്ടുള്ളത് മാളൂസ് എന്നാണ്. മാളു എന്നായിരിക്കും പേര്, എനിക്ക് കറക്റ്റ് പേരറിയില്ല. എന്തായാലും മാളൂന്ന് പോയിട്ട് പേരായിരിക്കും. അപ്പോൾ എന്നോട് പ്രത്യേകിച്ച് ഡിസൈനും കാര്യമൊന്നും പറഞ്ഞിട്ട് സാധാരണ ഫ്ലേവറാണെന്ന് പറയല്. അധികം ബ്ലാക്ക് ഫോറസ്റ്റ് ഞാൻ ഓർഡർ ചെയ്യല്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഒരു ഡിസൈൻ ട്രെൻഡിങ്ങിൽ പോകുന്നുണ്ടായത്. അപ്പോൾ ഞാൻ ചെയ്തിട്ട് കുറേ ആയി വീഡിയോ ഇപ്പോൾ ഇടുന്നതേയുള്ളൂ. ഈ ഒരു ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്ത് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട്, പിന്നെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുമ്പോൾ നല്ല സ്പീഡിൽ ചെയ്യുന്ന പോലെ ഉണ്ടാവും. നല്ല ടൈം എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടില്ലേ. ഇനിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ഒരു സംഭവം, കേക്കിലേക്ക് പേര് എഴുതാമെന്നുള്ളത്. പക്ഷെ അത്രത്തോളം ടെൻഷൻ പിടിച്ച വേറൊരു കാര്യമില്ല. ഞാൻ ചെറുപ്പത്തിലേ നല്ലോണം എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ബുക്കിലെല്ലാം കുറേ എഴുതും, പക്ഷെ ബുക്കിൽ എഴുതുന്ന പോലെയൊന്നും പരിപാടി കേക്കിലേക്ക് നടക്കൂല മക്കളെ. കേക്കിലേക്ക് എഴുതുമ്പോൾ കൈ ബാലൻസ് ചെയ്യാൻ കുറച്ചും കൂടി ടാസ്ക്കാണ്. പക്ഷേ ഫോണ്ടിൽ നല്ല അടിപൊളിയായിട്ട് എഴുതും കേട്ടോ. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്.